പിന്നെ സജനയെ സംബന്ധിച്ചിടത്തോളം അവള് കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആളൊരു കുട്ടിത്തുള്ള കുട്ടിയില്ലേ, കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പറന്നു നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്പേസ് ഒരു പക്ഷേ എന്റെ കുറവായിരിക്കും, എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരിക്കലും പിന്നീട് ഈ സ്നേഹത്തോടെ ഇപ്പോഴും ഞങ്ങൾ വിളിക്കില്ല ഈ പിരിഞ്ഞതിന് ശേഷം. ഫിറോസ് ഖാൻ ആൻഡ് സജന രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ് ആയ ആൾക്കാരാണ്. ബാക്കിയുള്ള ഡിവോഴ്സിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം എവിടെയൊക്കെ എങ്ങനെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റേയാളെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ താറടിച്ച് കാണിച്ചുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാറ്. പക്ഷെ ഇവിടെ എത്രയൊക്കെ മെച്യൂർഡ് ആവാൻ പറ്റുമോ അത്രയൊക്കെ മെച്യൂരിറ്റി കാണിച്ച് പരസ്പരം കുറ്റം പറയാതെ മ്യൂച്വലായിട്ട് പോയ രണ്ടാൾക്കാര്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പോസ്റ്റ്, റസൂൽ പൂക്കുട്ടിയും സജനയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹമുടനെ ഉണ്ടാകുമെന്ന് സൂചനകൾ. 4 വർഷമായിട്ട് ഇവര് പ്രണയത്തിൽ എന്ന് പറയുമ്പോൾ ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ 4 വർഷം പ്രണയത്തിൽ എന്ന് പറയുമ്പോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഫിറോസ് ഖാൻ ഇട്ട ഒരു വീഡിയോ, അതില് നമ്മുടെ സായി ചേട്ടൻ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നിങ്ങൾ ആരാധിക്കുന്ന പലരും ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് എന്തായാലും കാലം തെളിയിച്ചിട്ടെങ്കിൽ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന ഇപ്പോൾ ഈ വാക്ക് നിങ്ങൾക്ക് പക്ഷേ ഇതൊന്നും കളിയായിട്ടായിരിക്കും തീർച്ചയായും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾ ഇങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഐ നെയിം ഇറ്റ് ആസ് കുട്ടി ഫൈൽസ്. ഇതാണ് സായി ചേട്ടൻ അന്നിട്ട കമന്റ്. ഈ കുട്ടി റസൂൽ പൂക്കുട്ടിയുടെ കുട്ടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം 2 വർഷം മുമ്പുള്ള ഡിവോഴ്സ്, 4 വർഷം മുമ്പുള്ള പ്രണയം, അതെങ്ങനെ ശരിയാവും? ഫിറോസ് ഖാൻ മുൻപ്, അതായത് കുറച്ചു കാലം മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല വേ ചെയ്യാൻ ഓക്കെ. പിന്നെ സജനയെ സംബന്ധിച്ചിടത്തോളം അവളും കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആളൊരു കുട്ടിത്തുള്ള കുട്ടിയില്ലേ, കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പറന്നു നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്പേസ് ഒരു പക്ഷേ എന്റെ കുറവായിരിക്കും, എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് പറന്നു നടക്കാനുള്ള അവർക്ക് പക്ഷേ എല്ലാം ഈ ലോകം മൊത്തം പറക്കണമെന്ന് കൂടെ ആഗ്രഹിക്കും. അതൊരു തെറ്റല്ല, അതൊരു തെറ്റല്ല. ബട്ടർഫ്ലൈ പോലെ പറന്നു നടക്കുന്നത് ഒരു പക്ഷെ തെറ്റല്ല, ഞാനത് തെറ്റായിട്ടല്ല പറയും. പക്ഷെ എനിക്ക് ആ സ്പേസ് കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയില്ലായിരുന്നു. എനിക്ക് ഞാൻ വിചാരിക്കണം ഇവിടെ ഈ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറെ ഡേഞ്ചറാണ്, അവിടെ പലപ്പോഴും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരു പക്ഷെ എന്റെ കുറവായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ പറത്ത് വിടാൻ അങ്ങനെ പറ്റില്ല, എനിക്ക് പരിധി കൂടുതൽ. പരിധിവരെ ഞാൻ അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളും വിടാൻ അങ്ങനെ പറ്റില്ല, എനിക്ക് പരിധി കൂടുതൽ. പരിധിവരെ ഞാൻ അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കാണ് ചിറക് വെട്ടിയിരുന്നത് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് സ്പേസ് എടുക്കാനുള്ള സ്പേസ് കൊടുക്കണം പറ്റും, മനസ്സിലായി. അപ്പൊ സ്നേഹത്തോടെ തന്നെ. എന്നാലും നമ്മളാ പറന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ആ കൂടെ പറക്കാൻ പറ്റും, ആ കൂടെ പറക്കാൻ പറ്റാതെ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ ചില സാഹചര്യം. സോ അവിടെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം തന്നെ എന്നാ നിനക്ക് നീ ബട്ടർഫ്ലൈ പോലെ പറന്നു. ഈ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ പെൺപിള്ളേരുടെയും ഒരു കൺസേൺ തന്നെയാണ്. ആഫ്റ്റർ മാരേജ് പലർക്കും ആ ഫ്രീഡം കിട്ടാറില്ല. ചിലപ്പോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യവും. പക്ഷേ ഇപ്പോഴും ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് 4 വർഷത്തെ പ്രണയവും 2 വർഷത്തെ ഡിവോഴ്സുമാണ്. നമ്മളായിട്ട് ഒരാൾക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ അത് ഡിവോഴ്സിൽ അവസാനിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര കാലം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവും? കുറെ കഴിയുമ്പോൾ എന്തായാലും മടുക്കും.
ഇപ്പം ഇവര് ഡിവോഴ്സ് ആയി. പക്ഷെ ഇവരുടെ മക്കളുടെ കാര്യത്തില് ഇവര് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. ഡിവോഴ്സ് ആയി എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പോകാൻ പറ്റാത്ത കാലം നമ്മൾ അത്രമേൽ സന്തോഷമാണെങ്കിൽ ഒന്നിച്ച് തന്നെ പോകുമല്ലോ. അപ്പൊ അത്രമേൽ അത് സന്തോഷക്കുറവുകൾ സംഭവിക്കാം. അപ്പൊ ഈ സന്തോഷക്കുറവ് ഒരുപക്ഷെ ഇതായിരിക്കാം, ഈ പറക്കാനുള്ള സ്പേസ് കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്റെ കുറവായിരിക്കും അത്. സോ അത് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലായിടത്തും നമ്മൾ വിജയിക്കുന്നതിലും നല്ലത് ചിലയിടത്തൊക്കെ നമ്മൾ തോറ്റു കൊടുക്കുക. ആ തോറ്റു കൊടുക്കുന്ന ഒരു വിജയത്തിന്റെ പോലെ തന്നെ ഒരു സുഖമുണ്ട്, മനസ്സിലായി. അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ തോറ്റവൻ എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അക്സെപ്റ്റ് ചെയ്ത് അത് ഓക്കെ സമ്മതിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടുപേർക്കും പറയാനായിട്ട് രണ്ടുപേരുടെയും സൈഡ് ഉണ്ടാവും. ഇപ്പം ഫിറോസിന്റെ സൈഡ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം സജിൻ എന്തായാലും സജിനയുടെ സൈഡായിട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ദയവ് ചെയ്ത് ഇതൊരു അടുത്ത യൂണിവേഴ്സ് ആക്കി മാറ്റരുത്. കാരണം ഒന്നിന്റെ പിറകെ യൂണിവേഴ്സസ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ. ഒരു ചീറ്റിംഗും ഇല്ല. കാരണം അങ്ങനെ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ നമ്മൾ പിരിയുന്നത്. ചീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല. അത് ഒരിക്കലും പിന്നീട് ഈ സ്നേഹത്തോടെ ഇപ്പോഴും ഞങ്ങൾ വിളിക്കില്ല. ഈ പിരിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഞങ്ങൾ ഒരിക്കലും വിളിക്കില്ല. കാരണം ഈ ലോകത്ത് ഏറ്റവും നമുക്ക് വേദനാജനകം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പറ്റിക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു വികാരം ഉള്ളൂ. പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ വികാരമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മുഖത്തോട് മുഖം പോലും നോക്കില്ല. പറ്റിക്കപ്പെടുന്നത് ഇങ്ങനെ ഇത്ര സന്തോഷമുള്ളതെന്ന് പറയില്ല. മനസ്സിലായി. ഇത് ഫിറോസ് മുൻപേ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തെങ്ങാണ്ടായിരിക്കണം ഫിറോസ് പറ്റിക്കപ്പെടായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും അറിയുന്നത്. ഇതിന് ശേഷം അല്ലെങ്കിൽ ഈ റസൂൽ പൂക്കുറ്റിയായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണോ അറിയത്തില്ല, ഈ കഴിഞ്ഞ IFSKയില് റസൂൽ പൂക്കുറ്റിയോട് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഫിറോസ് പറഞ്ഞ ചില കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ മോശമാണ്. പറഞ്ഞാൽ ഇതൊരു ചെയർമാൻ എന്നുള്ള അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നു. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയ മൂന്നാമത്തെ അടക്കം ഞാൻ 28 വർഷം കൂടെ വന്നപ്പോഴാണ് നമുക്ക് അത്രയും പറ്റിയ കാര്യമാണ് എപ്പോഴായിട്ട് കാണുന്ന സംഭവം. അപ്പോൾ ചെയർമാൻ ഏതോ ഒരു ബ്ലക്കിലെങ്ങാണ്ട് സംസ്ഥാനം കിട്ടിയ ലോട്ടറി അടിക്കുന്നത് അവരെ പോയി ചെയർമാൻ വേറെ വർക്കാർ അതിന് വിടുക. ഒരുപാട് കഴിവുകൾ മെയിൻ സ്ഥാനങ്ങൾ ഇട്ടുക. കാര്യങ്ങൾ വേറെ വർക്കുണ്ടായിരുന്നു. ആ പട്ടണം അങ്ങനെ ഇവിടെ വന്നത് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു ബിഹേവിയർ വന്നിട്ടുണ്ടോ പറയാൻ പറ്റത്തില്ല. കാരണം ആ സമയത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. സജീന മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇക്കാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇക്ക കാണിക്കുന്നത് നമ്മൾ രണ്ടും കൂടെ എടുത്ത തീരുമാനമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഡൈവോഴ്സിൽ എത്തി നിന്നെങ്കിലും അവർ തമ്മിൽ സംസാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരം കോണ്ടാക്ട് കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്താവല്ല, നല്ലൊരു ഉമ്മയും പാപ്പായുമാണ് ഞങ്ങൾ. എത്ര മക്കളുണ്ട്? രണ്ടുപേര്. അവരിപ്പോ എന്ത് ചെയ്യുന്നു? എന്റെ ഉമ്മാന്റെ കൂടെയാണ്. ഉമ്മാന്റെ കൂടെ. അവർക്ക് വിഷമമില്ല സജിനെ? അവർക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത പ്രായമല്ലല്ലോ. അവർക്കുള്ള സ്പേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പ എന്ത് ചെയ്ത് ചോദിക്കുമെന്ന് പറയും? ഷൂട്ടിന് പോയെന്ന് അവന് കിട്ടുന്നുണ്ട്, അവന് പപ്പായ കിട്ടുന്നുണ്ട്, പിന്നെ എന്നെ കിട്ടുന്ന സമയത്ത് എന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതാണ് നേരത്തെ പറഞ്ഞത്, കുട്ടികളുടെ കാര്യത്തിൽ അവര് ആ ഒരു കെയർ കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് എന്നുള്ള റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂ തന്നെ ഫിറോസ് ഖാനും പറയുന്നുണ്ട്. സോ ഇനിയിപ്പോ എക്സ്പ്ലനേഷൻ ആയിട്ട് വരാൻ പോകുന്നത് മിക്കവാറും സജിനെ ആയിരിക്കും. ഇനി അത് വന്നിട്ട് നമുക്ക് കാണാം.